ഡ്യൂട്ടി കഴിഞ്ഞ് വീടിൻ്റെ തൊട്ടടുത്തുള്ള അൽനഹദ സഹറസലിലോട്ടാണ് ഞാൻ നേരെ പോയത്. ഒറ്റയ്ക്കുള്ളൊരു ഷോപ്പിംഗ്. നാട്ടിൽ പോയി. സോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കുറച്ച് ഷോപ്പിംഗ് ആവാന്ന് വെച്ച് ഇറങ്ങിയാണ്. കുറച്ച് ലിപ്സ്റ്റിക്സ് ഒക്കെ ട്രൈ ചെയ്തു. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക് എടുത്തു. പിന്നെ വാസ്ലിൻ്റെ ക്രീമും കൊസാറക്സിലെ സ്നെയിൽ മ്യൂസിൻ അതൊക്കെ ഒന്ന് എടുത്തു. അവിടുത്തെ സെയിൽസ് സ്റ്റാഫ് എന്നോട് പറഞ്ഞു നല്ല ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്യാൻ. അപ്പോൾ ഇത് ലിറ്റിൽ ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിലും ഇതിൻ്റെ ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈറ്റ് വെയിറ്റ് ആണെന്ന് തോന്നി. അപ്പോൾ എനിക്ക് സ്യൂട്ട് ആവുന്ന ഒരു കളറൊക്കെ എടുത്തു. ഞാൻ അധികം ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്, പക്ഷേ ഡ്യൂട്ടിക്ക് വേണ്ടതുകൊണ്ട് എടുത്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കാം എന്താ വ്ളോഗറാണോന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പേജൊക്കെ കാണിച്ചു കൊടുത്തു. ഇവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് നേരെ നെസ്റ്റോയിലോട്ട് പോയി. വീട്ടിൽ കുറച്ച് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഷോപ്പിങ്ങിന് ഇറങ്ങിയല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങളാവാന്ന് വെച്ചു. നമ്മളെ നല്ല റൈസൊക്കെ എടുത്തു, ക്രോസൻറ്റ് എടുത്തു, പിന്നെ ബ്രെഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഉമ്മമാരൊക്കെ ഇങ്ങനെ വെണ്ടയൊക്കെ ഇങ്ങനെ ഞെക്കി നോക്കിയിട്ടല്ലേ എടുക്കുക, ഒരു ടെക് നല്ല ഒച്ച വരും. അപ്പോൾ ഞാനും ഭയങ്കര പ്രോ ആയിട്ട് അതൊക്കെ എടുത്തു. കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി എടുക്കുകയാണ്. നമ്മുടെ നാട്ടിലിതാ ഇതിന് വത്തയ്ക്ക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, വാട്ടർമെലന്. അതിങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല റെഡ് കളർ. അപ്പോൾ ഞാനൊരു പീസ് എടുത്തു. പിന്നെ കുറച്ച് ആപ്പിൾ എടുത്തു. അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കറക്റ്റ് ടൈമിന് തന്നെ റിപ്പോർട്ട് ചെയ്തു. ആരെന്ന് കാണണ്ടേ, അത് കണ്ടോളൂ, ഷാൻസു. അപ്പോൾ അവൾ വന്നു. അപ്പോൾ തേങ്ങ എടുക്കാൻ പറഞ്ഞു. തേങ്ങയോട്ട് എടുത്ത് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ ചെയ്ത് നേരെ ഇറങ്ങി ഇതാ കാറിൽ കയറി. അവർ എന്നെ ഹെൽപ്പ് ചെയ്തു, വീട്ടിലെത്തിച്ചു. ഇത്രയേ ഉള്ളൂ.